നമസ്കാരം. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിന് പിന്നാലെ മന്ത്രി വീണ ജോർജിനെതിരെ CPM ലോക്കൽ നേതാക്കൾ. വീണ ജോർജിന് MLA ആയിരിക്കാൻ പോലും അർഹതയില്ലെന്ന് പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ PJ ഫേസ്ബുക്കിൽ കുറിച്ചു. SFI മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ജോൺസൺ. വീണ ജോർജിന് മന്ത്രി പോയിട്ട് ഒരു MLA കൂടി ആയിരിക്കാൻ അർഹതയില്ല, കൂടുതൽ പറയുന്നില്ല, പറയിപ്പിക്കരുത് എന്നാണ് ജോൺസൺ ഫേസ്ബുക്കിൽ കുറിച്ചത്. CPM ഇരുവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗം N രാജീവും വിമർശനവുമായി രംഗത്ത് വന്നു. മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെ പുറത്താക്കപ്പെട്ട പത്തനംതിട്ട CWC ചെയർമാൻ പരോക്ഷമായി പരിഹസിച്ചു. മന്ത്രിയുടെ മണ്ഡലത്തിൽപ്പെട്ട ഇരുവിപേരൂർ CPM ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ N രാജീവാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. കുട്ടിയായിരിക്കെ താൻ ക്ലാസ് പരീക്ഷാ ദിവസം വയറുവേദന എന്ന് കളവ് പറഞ്ഞ് വീട്ടിലിരിക്കുമായിരുന്നു. അങ്ങനെ പരീക്ഷകളിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇവിടെ ചോദ്യങ്ങളിൽ നിന്നും കൊടുത്താൽ എവിടെ വേണമെങ്കിലും കിട്ടുമെന്നും പോസ്റ്റിൽ പറയുന്നു. അഡ്വക്കേറ്റ് പ്രതിയായ പത്തനംതിട്ട പോക്സോ കേസ് അട്ടിമറി ആരോപണത്തിലാണ് N രാജീവിനെ CWC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അടുത്തിടെ സസ്പെൻഡ് ചെയ്തത്. ഇതിനിടെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലായിരുന്നു മന്ത്രിയെ പ്രവേശിപ്പിച്ചത്. കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനിടയിലായിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ട മന്ത്രിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അപകടത്തിന് പ്രാഥമിക കാരണം ഇടിഞ്ഞു വീണ കെട്ടിടം അപകടാവസ്ഥയിലെന്ന മുന്നറിയിപ്പ് ബോർഡ് ഇല്ലാതിരുന്നതാണ്. രോഗികളോ കൂട്ടിരിപ്പുകാരോ അങ്ങോട്ട് പോകരുതെന്ന മുന്നറിയിപ്പ് ഇല്ലായിരുന്നുവെന്ന് മാത്രമല്ല, അവിടെ പ്രവേശിക്കാൻ അധികൃതരുടെ മൗന അനുവാദവും ഉണ്ടായിരുന്നുവെന്ന് വേണം കണക്കാക്കാൻ. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെയാണ് കെട്ടിടം തകർന്നു വീണത്. ഇടിഞ്ഞു വീണ കെട്ടിടം ഉപയോഗശൂന്യവും പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്തതുമാണെന്നും അധികൃതരും മന്ത്രിമാരും പറഞ്ഞിരുന്നു. എന്നാൽ കെട്ടിടത്തിൽ തങ്ങൾ പോകുമായിരുന്നുവെന്നും പ്രവേശനമരുത് എന്ന ഒരു ബോർഡ് പോലും പരിസരത്തുണ്ടായിരുന്നില്ലെന്നും രോഗികളുടെ കൂട്ടിരിപ്പുകാർ പറയുന്നു. ബാത്റൂം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ഇടിഞ്ഞു വീഴുന്നതിന് മുൻപ് അവിടെ പോയി കൈ കഴുകിയതാണ്. ആ കെട്ടിടം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഞങ്ങളൊക്കെ അതിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഞങ്ങൾ ബാത്റൂമിൽ പോകാൻ തുടങ്ങിയതാണ്. ഇവർ പറയുന്നത് നേരല്ല. അവിടെ ആളുകളുണ്ടായിരുന്നു. ആ ബ്ലോക്ക് അടച്ചിട്ടിരിക്കുകയായിരുന്നുവെന്ന് മന്ത്രിമാർ പറയുന്നത് ശരിയല്ലെന്നും കൂട്ടിരിപ്പുകാരിൽ ഒരാൾ പറഞ്ഞു. അപകടം നടന്ന ഉടനെ തന്നെ 2 മന്ത്രിമാരും അതിവേഗത്തിൽ സ്ഥലത്തേക്ക് പാഞ്ഞെത്തിയെങ്കിലും രക്ഷാപ്രവർത്തനം വൈകുകയായിരുന്നു. മന്ത്രിമാർ പാഞ്ഞെത്തി പറഞ്ഞത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ് എന്നതായിരുന്നു. സർക്കാരിനും തങ്ങൾക്കും പരിക്കേൽക്കാതിരിക്കാനുള്ള മാർഗമായിരുന്നു മന്ത്രി വീണയും വാസവനും നടത്തിയത്. എന്നാൽ മന്ത്രിമാർ സ്ഥലത്തെത്തിയിട്ടും 2.5 മണിക്കൂർ കഴിഞ്ഞാണ് തകർന്ന കെട്ടിടത്തിൽ ആരെങ്കിലും കുടുങ്ങിയോ എന്ന് തിരച്ചിൽ നടത്തിയത്. ഇത് വലിയ വീഴ്ചയായിരുന്നു. ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത ഉണ്ടായില്ലെന്ന വിമർശനവും ഉയരുന്നു. മരിച്ച തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിനെ 2.5 മണിക്കൂറിന് ശേഷമാണ് പുറത്തെടുത്തപ്പോൾ ബിന്ദുവിന് ബോധമില്ലായിരുന്നു. തുടർന്ന് അത്യാഹിത വിഭാഗത്തിലെത്തിച്ച് അടിയന്തര ചികിത്സ ലഭ്യമാക്കിയെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല. തകർന്നു വീണ കെട്ടിടത്തിലെ ശൗചാലയത്തിലേക്ക് പോയ അമ്മ തിരികെ വന്നില്ലെന്നും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നും ബിന്ദുവിന്റെ മകൾ പറഞ്ഞിരുന്നു. ഇതോടെയാണ് JCB എത്തിച്ച് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ വിശദമായ തിരച്ചിൽ ആരംഭിച്ചത്. തുടർന്നാണ് 1 മണിയോടെ ഇവരെ കണ്ടെത്തിയത്. മകളുടെ ചികിത്സയ്ക്കായിട്ടായിരുന്നു ബിന്ദു ആശുപത്രിയിലെത്തിയത്. അതേസമയം ഇതിനിടയിൽ ആശുപത്രി മോർച്ചറിക്ക് മുന്നിലും സംഘർഷമുണ്ടായി. ബിന്ദുവിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാനായി ആംബുലൻസിലേക്ക് മാറ്റുന്നതിനിടയിലായിരുന്നു സംഘർഷമുണ്ടായത്. കോൺഗ്രസ് പ്രവർത്തകർ ചാണ്ടിയുമ്മൻ MLAയുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായി എത്തി. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞെങ്കിലും സമരക്കാരെ ബലം പ്രയോഗിച്ച് മാറ്റി പോലീസ് വാഹനം കടത്തിവിട്ടു. അതേസമയം ബിന്ദുവിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുപോകാതെ പ്രതിഷേധിക്കാനായിരുന്നു അവരുടെ കുടുംബം തീരുമാനിച്ചിരുന്നതെന്നും അത് മാറ്റി മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് പറയാൻ വന്നപ്പോൾ പോലീസ് കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്നും ചാണ്ടിയുമ്മൻ ആരോപിച്ചു.